അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മളെ അമ്പലത്തിലെ ഭജനമഠത്തിലെ എന്താ പറയുക, ഭജനമഠത്തിലേക്കുള്ള പൂ പറിക്കലും മാല കെട്ടലും ദീപാരാധനയും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ പറമ്പിലുണ്ടായ പൂവുകളാണ് കേട്ടോ. ഇത് വാടാർമല്ലി പൂവാണ്. അപ്പം നിറച്ചുണ്ടായിട്ടുണ്ട്, നിറച്ച് നല്ലോണം പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഞാൻ നോക്കുമ്പം അമ്മ അതിൻ്റെ തലേദിവസം ഒരു വലിയൊരു മാല കെട്ടി അയ്യപ്പൻ്റെ ഫോട്ടോത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇത് വെറുതെ അവിടെ നിന്ന് പോവല്ലേ ഉള്ളൂ. അപ്പോൾ അത് പറിച്ചിട്ട് അമ്മച്ചിനെ കൊണ്ട് മാല കെട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞാൽ പോയി പറിച്ചുകൊണ്ടോ, ഞാൻ കെട്ടിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പൂ പറിക്കുകയാണ്. നല്ല ഈ കാണുന്ന കളറൊന്നും അല്ല കേട്ടോ, നല്ല ഭംഗി, നല്ല കളറാണ്. അതിന് നന്നായിട്ട് വെള്ളമൊക്കെ കിട്ടുന്നതിനെ കൊണ്ട് അനിയൻ അത് നനയ്ക്കുകയൊക്കെ ചെയ്യും തോന്നുന്നു, എന്തായാലും അറിയില്ല. നല്ല ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ കളറാണ്. അപ്പോൾ ഞാനത് കുറച്ച് ഇങ്ങനത്തെ 2 പാത്രമൊക്കെ പറിച്ചിട്ടുണ്ടാവും, വലിയ മാല കെട്ടണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറേ പറിച്ചുകൊണ്ട് കൊടുത്ത അമ്മച്ചി അതിരുന്നിട്ട് കെട്ടിയിട്ടോ. വാഴനാരിൻ്റെ മുകളിലാണ് അമ്മച്ചി കെട്ടുന്നത്. ഇതാട്ടോ എൻ്റെ അമ്മ. അപ്പോൾ പിന്നെ 2-3 റോസപ്പൂ ഉണ്ടായിരുന്നു. അത് പിന്നെ അമ്മയ്ക്ക് അകത്ത് നമ്മളെ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പം വെക്കാനാന്ന് പറഞ്ഞു, ഫോട്ടോത്തിൻ്റെ മുമ്പിൽ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തെച്ചിപ്പൂ ഇതിൻ്റെ കൊടുത്ത് കെട്ടാമെന്ന് വെച്ച് വാങ്ങിയത്, പക്ഷേ ഞാൻ സമ്മതിച്ചില്ല, ഇത് മാത്രം മതിയെന്ന് പറഞ്ഞു. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് കെട്ടി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ ഇത് കാണാൻ നിന്നു. പിന്നെ അത് കഴിഞ്ഞ് അടുക്കളയിൽ എന്തോ പോയപ്പോഴേക്കും അമ്മച്ചി കെട്ടി കഴിഞ്ഞ് എന്നോട് പറയാണ്ട് അമ്മച്ചി അത് അമ്പലത്തിലേക്ക് കൊടുത്തു വിട്ടു. അതുകൊണ്ട് ഇതിൻ്റെ കെട്ടി കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇതാ ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. ഇതാണ് ഭജനമണ്ഡപം. നമ്മളെ വിജയൻ സ്വാമിയാണ് ഇതിൻ്റെ ഈ പ്രാവശ്യത്തെ നേതൃത്വം. അമ്പലത്തിലെ വിളക്ക് കത്തിക്കലും എല്ലാം വിജയൻ സ്വാമീൻ്റെ വക കേട്ടോ. അപ്പോൾ നല്ല ഒരു ഐശ്വര്യമാണ്. ഈ പ്രാവശ്യമാണ് ഞാൻ ശരിക്കും 2 ദിവസം വീട്ടിൽ നിന്നെ കൊണ്ട് കാണാൻ പറ്റി. ദീപാരാധനയ്ക്ക് വന്നവരാണ്, അമ്മമാരൊക്കെയാണ്. പിന്നെ അവർ പണി ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പിന്നെ എന്താ പറയുക, നാമജപിക്കാൻ വേണ്ടി വരുന്നതാട്ടോ. ചിലവർ നാമജപിച്ച് കഴിഞ്ഞ് ഭജനയൊക്കെ കഴിഞ്ഞിട്ടേ പോകുള്ളൂ. ചിലവരെന്തെങ്കിലും വീട്ടിൽ പണിയൊക്കെ ഉണ്ടെങ്കിൽ ചിലവർ പോകും. എന്നാലും അത്യാവശ്യം എല്ലാവരും ഇരിക്കും കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ഭജന ഉണ്ടാവുന്നത്. പിന്നെ നാമജപിക്കൽ കഴിഞ്ഞിട്ട് ഭജന ഉണ്ടാവും. ഭജന പിന്നെ ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടതുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. ഭജനയ്ക്ക് ഇതുപോലെ തന്നെ എല്ലാവരും വന്ന് ഒരു 7:30 ആകുമ്പോഴാണ് ഭജന തുടങ്ങുക. ഒരു 9:30 ആകുമ്പോഴേക്ക് തീരും. പിന്നെയെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ പ്രസാദമൊക്കെ ഉണ്ടാവും, പായസമൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അയ്യപ്പനെ ഹരിവരാസനം പാടി ഉറക്കുകയാണ്. ആദ്യമൊക്കെ മംഗളം പാടി നിർത്തലായിരുന്നു. ഇപ്പം ഈ പാട്ടാണ് വെക്കുന്നത്. പക്ഷെ എന്തായാലും കേൾക്കാതെ കേട്ടും നല്ലതല്ല, നമുക്ക് അവിടുന്ന് എന്താ പറയുക, ഭക്തി താനേ വരും കേട്ടോ. അങ്ങനെ കണ്ടില്ല എന്തൊരു ഐശ്വര്യമാണെന്ന് നോക്കി അയ്യപ്പൻ്റെ അടുത്തേക്ക് വിളക്ക് കത്തിച്ചിട്ട്. അപ്പോൾ നല്ലൊരു ഇതാട്ടോ അവിടെ അത് കഴിയുമ്പോഴേക്ക്.